ഞാൻ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, ഇന്ന് പലരും നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകതയായിട്ട്, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, പലരും സൈക്കോളജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പല ടോപ്പിക്കുകൾ എടുത്ത് പലരും സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇവരൊന്നും വിദഗ്ധരായിട്ടുള്ള, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് വിദഗ്ധരായിട്ടുള്ള ആളുകളാണെന്ന് പോലും നമുക്ക് അറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന ചില ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള ചില ആളുകൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടോ എന്ന് തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചായാലോ ഇന്നത്തെ ചർച്ച? തീർച്ചയായിട്ടും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ആനുകാലിക പ്രസക്തിയുള്ള ഒരു മാറ്റർ തന്നെയാണിത്. കാരണം നമുക്കറിയാം, ഈ മാനസികാരോഗ്യ വിദഗ്ധർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചില പഠനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ലൈസൻസ്ഡ് ആയിരിക്കണം അവർ. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ളവരെ ഇൻ്റർവെൻഷൻ ചെയ്യാനുള്ള ആ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ് ആൻഡ് സ്കില്ലുള്ളവരാണ്. പക്ഷേ ഇന്ന് ഈ പറയുന്നത് പോലെ കൂണ് പോലെ മുളച്ചു പൊന്തുന്ന ആരോഗ്യ വിദഗ്ധർ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞർ എന്നൊക്കെ പറയുന്നത്, അപ്പോൾ കുറച്ച് ഫാസിനേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആൻഡ് ടെർമിനോളജി പോലെയാണ് പലരും അത് ഏറ്റെടുത്തിരിക്കുന്നത്. മനഃശാസ്ത്രജ്ഞരാണ്, അല്ലെ മാനസിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു മാനസികാരോഗ്യ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ച് അവർ കാണുന്ന കൈകാര്യം ചെയ്യുന്ന കേസസിനെ അവരെവിടെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ സ്വാംശീകരിച്ച് അതിനോട് അവരവരുടേതായിട്ടുള്ള കുറച്ച് ഇൻപുട്ടുകളും കൂടി ചേർത്ത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു. ഈ രീതി എന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റബിൾ ആകുന്ന ഒരു രീതിയിൽ, ഒരു ഭാഷയിൽ അവർ അവതരിപ്പിക്കുമ്പോഴത്തേക്കും ഇത് കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്ക്, അല്ലെ കാണികളുടെ അന്തരംഗത്തിലേക്ക് അത് നുളഞ്ഞു കയറുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇത് ചിന്തിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, അല്ലെ എൻ്റെ മക്കൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു മിസ് ഇൻറ്റർപ്രിട്ടേഷനുള്ള കാരണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അനാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ്, നമ്മൾ പറയുന്ന ഒരു ബൾക്ക് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് ഒരു ഫോൾട്ടി ലേണിംഗ് തന്നെയാണ്. അതായത് അത് ആവശ്യത്തിൽ കൂടുതൽ നമ്മളിൽ ഉപകാരപ്പെടുവല്ല, ഉപദ്രവം വരുത്തുകയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഒത്തിരി വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. കാരണം ഈ ആങ്സൈറ്റി കൂടുതലുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനഃശാസ്ത്രജ്ഞരോ അല്ലെ മനോരോഗ വിദഗ്ധരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവരതിനെയെല്ലാം കുറച്ചുകൂടി പേഴ്സണലൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട്. അതായത് പേഴ്സണലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇതുണ്ട്, അവരും ഇതിലൂടെയാണ് കടന്നു പോകുന്നത്, അവർക്ക് ഇത് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ. അപ്പം നമ്മൾ പറയുന്നത് കൂടുതലും അത് എക്സാജറേറ്റഡ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് കണ്ടീഷനാണ്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാനിപ്പം ഇങ്ങനെ ഒരു കാര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ഇപ്പം ചിലർ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗൂഗിളിങ്ങിലേക്കാണ് പോകുന്നത്. അതായത് സ്വയം ഡോക്ടർ ആവുന്ന ഒരു രീതിയിലേക്ക് വരും. സ്വയം ഡോക്ടർ ആകുക, അതോടൊപ്പം തന്നെ ഇതിനുള്ള റെമഡികൾ പല രീതിയിൽ ഇവർ കണ്ടെത്താനായിട്ട് നോക്കും. അപ്പോൾ റെമഡികൾ അതിന് വേണ്ടിയിട്ട് പോകുമ്പോഴും അത് കൃത്യമായ ഒരു സയൻറ്റിഫിക്, ഒരു ശാസ്ത്രീയ വശമൊന്നും അതിന് ചിലപ്പോൾ കാണണമെന്നില്ല. അതൊക്കെ മറ്റു പല ട്രാപ്പുകളിലേക്കൊക്കെ വീണു പോകാനുള്ള ഇപ്പൊ ഒരു ഡോക്ടറെ ആയാലും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ ചില മനുഷ്യന്മാർ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു മെഡിസിൻ തന്നെ ഡോക്ടർ എഴുതി കഴിഞ്ഞാൽ അത് കഴിക്കുന്നതിന് മുമ്പ് ആ മെഡിസിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ്, നല്ലതെന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് ഒന്നിനോടും ഒരു വിശ്വാസമില്ലായ്മയിലേക്ക് വരുന്നുണ്ട്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്ക് തരുന്ന, നമ്മൾ പറയുന്ന ഒരു ബൾക്ക് ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ്റെ ഒരു റെവല്യൂഷൻ തന്നെ നടക്കുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗൂഗിളിൽ ChatGPT അതേപോലെയുള്ള മറ്റ് AI സംവിധാനങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള ഇൻഫോർമേഷൻസും കിട്ടും.
അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, എൻ്റെ അടുക്കൽ വരുന്ന ചില ക്ലയൻസ് ഇതേപോലെ ഗൂഗിൾ ചെയ്ത് പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവർ തന്നു കഴിയും. അപ്പോൾ അവർ വന്നിട്ട് പറയും എനിക്ക് ഡിപ്രഷനാണ്. അപ്പം നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഡിപ്രഷനാണെന്ന് പറയുന്നത്. ആ സിസ്റ്റർ 2 ആഴ്ചയായിട്ട് എനിക്ക് ഉറക്കമില്ല, ഭക്ഷണത്തോടൊരു ഒരു 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 അപ്പറ്റൈറ്റ് ഇല്ല, എനിക്കൊരു കാര്യത്തിലും സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ജോലി ചെയ്യാനായിട്ടുള്ള ഊർജ്ജമില്ല. ഓക്കെ, എങ്ങനെ നിങ്ങൾക്കിത് ഡിപ്രഷനാണെന്ന് പറയാനായിട്ട് പറ്റിയത്? സിസ്റ്റർ അത് ഇന്ന ടോക്കുകളൊക്കെ ഞാൻ കേട്ടിരുന്നു, അല്ലെങ്കിൽ ഇന്നൊരു അസസ്മെന്റ് കാര്യം ഓൺലൈനിൽ ഒരു അസസ്മെന്റ് ഫോം കിട്ടി, അത് ഞാൻ പൂരിപ്പിച്ചപ്പോൾ എനിക്ക് ഒരു മെജോറിറ്റി ഡിപ്രഷൻ്റെ ഫീച്ചേഴ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഇന്നത്തെ ഒരു ജനറൽ പോപ്പുലേഷനെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഓരോരുത്തരും മേ ബി അവരുടെ അറിവുകൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ വ്ളോഗുകളോ ചാനലുകളോ ഒക്കെ അവർക്ക് അതിനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഓർക്കുക, ഇത് ചിലപ്പോൾ വൾണറബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില പ്രശ്നങ്ങളായിട്ട് തന്നെ മാറാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ചില മോട്ടിവേഷണൽ ട്രെയിനിങ്ങുകൾക്കൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ. ഇത് ഒരു പ്രാവശ്യം നമ്മളതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ട്രെയിനറായി എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യാൻ പോകുന്ന രീതി, ഇതൊക്കെ തെറ്റല്ലേ ശരിക്കും? തീർച്ചയായിട്ടും അത് തെറ്റാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ ഈ അസോസിയേഷൻ, അതായത് ഓരോ പ്രൊഫഷണൽ സിസ്റ്റത്തിനും അവരുടെ പ്രൊഫഷണൽ സംഘടനകളുണ്ടാകുമല്ലോ. അപ്പം ഞാൻ ഓർക്കാറുണ്ട്, ഞങ്ങളുടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിയുടെ അസോസിയേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനകളിൽ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട്, ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ഒരു പോക്സോ കേസിൽ അകപ്പെട്ടു, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തൊരു കുട്ടി കൗൺസിലിങ്ങിന് ചെന്നു, അവരെ മിസ്യൂസ് ചെയ്തു എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഒരു മനഃശാസ്ത്രജ്ഞരെ ആകമാനമാണ് അതിലൊരു നാണക്കേടായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഇതാണോ ചെയ്യുന്നതെന്ന്. പക്ഷേ ഈ സോ കോൾഡ് ഈ പേഴ്സണെ നമ്മൾ എടുക്കുമ്പോൾ മേ ബി അയാൾ ഇതുപോലെയുള്ളൊരു സയൻറ്റിഫിക് സ്റ്റഡിയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളായിരിക്കില്ല, ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിരിക്കണമെന്നില്ല, അസോസിയേഷനുമായിട്ട് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം മറ്റു വിദഗ്ധരെ കൂടി ഇത് ട്രാപ്പിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ആരാണ് വ്യാജൻ, ആരാണ് യഥാർത്ഥത്തിലുള്ള ആള് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അത് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ ഒരു മോട്ടിവേഷൻ സ്പീച്ചോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഏത് പോപ്പുലേഷനാണ് ഉദ്ദേശിക്കുന്നത്, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് ഫലദായകമാകും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും പ്രത്യേകിച്ച് ഈ പരീക്ഷകളൊക്കെ അടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കുമാണ് ഇത് അമിതമായിട്ടൊരു നമ്മൾ പറയുന്ന ഒരു ഫ്ലോട്ട് അതിനകത്ത് ഉണ്ടാവുകയാണ്. അതായത് പരീക്ഷ എടുത്തു, പരീക്ഷയ്ക്ക് ഇന്ന കാര്യങ്ങളെ ഒരുങ്ങണം. അപ്പോൾ ഓരോരുത്തരും ഈ ഇൻഫോർമേഷൻ മുഴുവനും വന്നിട്ട് ഒരു ഇൻഫോർമേഷൻ ബേർഡൻ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർബേജ് ഉണ്ടാവുകയാണ്. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല. എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്? അവിടെ നമുക്ക് നല്ലൊരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് തന്നെ വേണം. അതായത് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ബോർഡ്, ആർക്കൊക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ ആരൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ആർക്കും എന്തും പറയാവുന്നതും അല്ലെങ്കിൽ ആരെന്തു പറഞ്ഞാലും അതെല്ലാം ശരിയാകുന്ന ഒരു കാലഘട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇത് മിസ്ലീഡ് ചെയ്യപ്പെടും. അപ്പം അതിന് കൃത്യമായിട്ടുള്ളൊരു ഫിൽട്ടറിങ് ബോഡി നമുക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം വരികയാണെങ്കിലൊക്കെ ഇത് കുറേയൊക്കെ തടയാനായിട്ട് സാധിക്കും. പറഞ്ഞപ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ലേഖനങ്ങളും ചില എഴുത്തുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൽ ചില സമയങ്ങളിൽ ചിലതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പൊന്തി വരും, അത് പിന്നെ കുറച്ചു കാലം ഒരു വാർത്തയായി മാറും. പക്ഷെ ഈ വാർത്തകൾ അവസാനിക്കായിരിക്കാം, പക്ഷെ ഇതിന് ഇരയാകുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ ഒരു ഉദാഹരണമാണ് പറയുന്നത് 40കളിലെ പ്രണയം എന്നുള്ളൊരു വിഷയത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിലൂടെ വളരെ അപകടങ്ങളിലേക്ക് പോയ ആളുകളെയും അത് ഒരു ട്രെൻഡിങ് മാറ്റേഴ്സാണ്. അപ്പം ഈ ട്രെൻഡിങ് മാറ്റേഴ്സ് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ കുറച്ചുകൂടി ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മുടേതായിട്ടൊരു അവയർനെസ് ഉണ്ടാവണം. ഇപ്പം 40കളിലാണ് പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ യോജിക്കാൻ പറ്റുമോ? എല്ലാ കാലഘട്ടങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ഒരു അഫക്റ്റീവ് അല്ലെങ്കിൽ ഒരു
റൊമാൻറ്റിക് ഒരു ഡിസയർ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫങ്ഷനിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു 40കളിലെ പ്രണയം ഒരു ടെർമിനോളജി വരുന്നു, അല്ലെങ്കിൽ അതൊരു ട്രെൻഡിങ് ആകുന്നു. അതിനുശേഷം ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ 40കളിലൊക്കെ കുടുംബജീവിതത്തിലോ അല്ലെ വിവാഹ ജീവിതത്തിലോ അവരുടെ മറ്റു വ്യക്തി ബന്ധങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ഓർക്കുന്നത് എന്താ, എനിക്കൊരു പ്രണയമില്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ അവര് ഒരു കുടുംബത്തിൽ ഉണ്ടാകേണ്ട അല്ലെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകേണ്ട, ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രണയത്തിനപ്പുറത്തേക്ക് മറ്റു പലരെയും പ്രണയിക്കാനും സ്നേഹം നേടിയെടുക്കാനും ഒക്കെ കടന്നു പോകും. അപ്പോൾ ഇത് ശരിയാണ്, നമ്മൾ പറയുന്ന ചഞ്ചല മനസ്കരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രാപ്പാണ്. പല കുടുംബങ്ങളെയും ഇത് പെടുത്തിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു ട്രെൻഡിങ് ഒക്കെ വരുമ്പോൾ ശരിയാണ്, നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയെ ഒന്ന് പുതിയതാക്കാനായിട്ട് ഒരു ന്യൂ വെർഷൻ, നമ്മൾ പറയത്തില്ല, ഒരു ബെറ്റർ വെർഷൻ ഓഫ് മൈസെൽഫ്, അതിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതിനേക്കാൾ ഉപരിയായിട്ടൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ബന്ധങ്ങളിലെ വിള്ളലുകളിലേക്ക് കൊണ്ടുപോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ട്രെൻഡിങ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ട്രെൻഡിങ് ആണ് വ്യൂവേഴ്സിനെ കൂട്ടുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിലരുടെ മാത്രം, അതായത് നമ്മുടെ ഒരു സ്വാർത്ഥപരമായിട്ടുള്ള സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു കോമൺ ജനറൽ പോപ്പുലേഷനെ നമ്മൾ ചീറ്റ് ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ ഇതുപോലെ തന്നെ റീൽസുകളൊക്കെ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ അതാണ് നമ്മൾ പിന്നെയും പിന്നെയും ആവർത്തിച്ച് വരുന്നത്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി എനിക്ക് തോന്നുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ വളരെ വിദഗ്ധരായ ആളുകൾ എഴുതി വെച്ചിരുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടതായിട്ട്, മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരുപാട് ബുക്കുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള ലേഖനങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ റീൽസ് ഷോർട്ട് വീഡിയോയിൽ നിന്നൊക്കെ മാറി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ വിദഗ്ധരായ ആളുകൾ എഴുതി വെക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകേണ്ടതല്ലേ? പിന്നെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പറയും കൊതുക് ചിക്കൻ ഗുനിയ പരത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കൊതുകിനെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞു വരുന്നൊരു പദ്ധതി ശരിയാണ്, അത് ഒരു പരിധിവരെയൊക്കെ വിജയിക്കുമായിരിക്കാം. പക്ഷേ ആ കൊതുക് നമ്മളെ കുത്താതിരിക്കാനും ആ കൊതുകിലൂടെ പരക്കുന്ന ചിക്കൻ ഗുനിയ എനിക്ക് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ഞാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയും മറ്റു പല വിപ്ലവങ്ങളും ഒക്കെ പലതരത്തിലുള്ള ഈ ആശയ വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കിയാലും, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചില ഇൻഫോർമേഷൻ ഗാർബേജുകളൊക്കെ ഉണ്ടാക്കിയാലും, ഒരു വ്യക്തി അല്ലെങ്കിൽ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏത് കാര്യമാണുള്ളത്, വിഷയമാണുള്ളത്. അല്ലാതെ ഒരു പുതിയ ട്രെൻഡ് വന്നു, ആ ട്രെൻഡിൻ്റെ പുറകെ ഞാൻ പോയി, അല്ലെങ്കിൽ അവിടെ എനിക്ക് സന്തോഷം കിട്ടി, അവിടെ എനിക്ക് ദുഃഖം കിട്ടി, ഞാൻ പരാജയപ്പെട്ടുപോയി എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ചിന്തിക്കുക. അപ്പോൾ അതിനുള്ളൊരു കോൺഫിഡൻസും ഒരു വിവേക ശക്തിയുമാണ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടത്. അവിടെ പലതും ഉണ്ടാകും, പക്ഷെ അവിടെ ഉണ്ടാകുന്ന ആ കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടതോ അല്ലെങ്കിൽ അതിനോട് അനുരൂപപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യം കാരണസഹിതം ഉണ്ടോ എന്ന് വിവേചിച്ചറിയാനുള്ള വിവേകബോധം നമുക്കുണ്ടാവണം. ഇപ്പൊ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സോഷ്യൽ മീഡിയയിലെ പല റീൽസിനും അല്ലെങ്കിൽ വ്ളോഗുകളുടെയൊക്കെ പുറകെ പോകുമ്പോൾ സ്വന്തം വീട്ടില് ഒരു കുഞ്ഞിനെ കുറച്ച് സമയം ലാളിക്കാനോ, കുഞ്ഞിൻ്റെ ഒരു ഡ്രസ്സ് മാറ്റി കൊടുക്കാനോ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാനോ, അല്ലെങ്കിൽ ഭാര്യയെ മൊത്ത് ഒരിടത്ത് ഒരു യാത്രയ്ക്ക് പോകാനോ അവർ സമയം കണ്ടെത്തുന്നില്ല. വേറെ ആരോ വേറെ എവിടെയോ ചെയ്യുന്ന യാത്രകളെയും ഫുഡ് വ്ളോഗുകളെയും അല്ലെ ഫാമിലി അന്തരീക്ഷത്തെയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അത് ഈ ആസ്വാദനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞായിട്ട് ഓർക്കും, ഞാൻ മാത്രമാണോ അത്രയും സങ്കടത്തിലിരിക്കുന്നത്, ബാക്കി ഞാൻ കാണുന്നതെല്ലാം എല്ലാവരും വളരെ ഹാപ്പിയാണ്, പക്ഷെ ഇതൊന്നും ഇതിന്റെ പിന്നിലുള്ളത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം അവിടെയാണ് നമ്മളൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു റീസണിങ് കപ്പാസിറ്റി നമുക്ക് വേണ്ടത്. അതായത് ഒരാള് അയാൾ ഒരു റീല് ചെയ്യുമ്പോൾ അയാൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ബാക്കി സംവിധാനങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. വീഡിയോ അതിന് പറ്റുന്ന രീതിയിൽ എടുത്തു വെക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള കണ്ടന്റ് അവരെടുത്തു വെക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും എടുത്തു വെച്ച് അവർ പ്രിപ്പറേഷനിൽ നിന്നാണ് അത് പ്രൊഡക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ
ആരെയാണ് സ്വാധീനിക്കേണ്ടത്, ഏത് കാര്യത്തിലാണ് സ്വാധീനിക്കേണ്ടതെന്നുള്ള ഗോൾ അവർക്കുണ്ട്. ആ ഗോൾ ഓറിയന്റഡ് ആയിട്ടാണ് അവർ ചെയ്ത് ആ പരിപാടി വിജയിപ്പിക്കുന്നത്. അല്ലാതെ ചുമ്മാതെ നമ്മൾ ആരും ഓർക്കരുത്, ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാതെ ആരോ കണ്ടു അല്ലെങ്കിൽ ആരോ എന്തോ ചെയ്യുന്നു, അതല്ല. സോ ദേ ആർ ഡൂയിങ് ദാറ്റ് വെരി പർപ്പസ്ഫുള്ളി. അപ്പോൾ ഒരു പർപ്പസ്ഫുള്ളി ചെയ്യുന്നൊരു കാര്യത്തിന് അതിൻ്റെ പ്രിപ്പറേഷൻ അവരവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ, ചില കാര്യങ്ങൾ, ചില റീൽസിലോ അല്ലെ ചെറിയ ഷോർട്സിലോ അല്ലെ വീഡിയോകളിലൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അവിടെ പരസ്പരം അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അവർ യാത്രകൾ പോകുന്നു, സോ വെരി ഹാപ്പി. അതിനുശേഷം ഇത് കണ്ടിരിക്കുന്ന നമ്മൾ ഒരുമാതിരി ഞാൻ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ എനിക്കില്ലല്ലോ, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കത്തില്ലല്ലോ, അല്ലെ എൻ്റെ ഭാര്യ ഇതുപോലെ ഒന്നും ഉടുത്തിരിങ്ങി നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വ്യസനിച്ചിരിക്കുവാണ്. പക്ഷെ അവരുടെ റിയൽ ലൈഫിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അതിനപ്പുറം ഉണ്ടാവും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പലപ്പോഴും ഈ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരോ അല്ലെങ്കിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ, കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർ, വിദ്യാർത്ഥികൾ, മക്കളൊക്കെ വന്നിട്ട് പറയും, സിസ്റ്റർ നോക്കിക്കോ അവരുടെയൊക്കെ അച്ഛനും അമ്മയും ഇങ്ങനെയാ ചെയ്യുന്നത്, ഞങ്ങളുടെ മാത്രം ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു എവിടാ? അത് റീൽസിൽ കണ്ടതാ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവരത് ചെയ്യുമ്പോൾ അത് പർപ്പസ്ഫുള്ളി അതിനുള്ള എക്യുപ്മെന്റ്സുമായിട്ട് അത് ചെയ്യുവാണ്. കാരണം അവര് പറഞ്ഞ് പഠിച്ച് ആ ഒരു കാര്യം അത് പ്രൊഡക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ഉപയോഗിച്ചേക്കുന്ന എനർജി കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ റിയൽ ലൈഫിലേക്ക് ചില ഇൻസൈറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ചില സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഒരു പരിധി വരെ എപ്പോഴും ഞാൻ പറയുന്നത്, അല്ലാതെ ഫുള്ളി അല്ല, ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെ സെലിബ്രേഷൻസ്, കൂട്ടായ്മകള്, ഒരുമിച്ചുള്ള യാത്രകളൊക്കെ അത് കണ്ട് അനുകരിക്കുന്നത് നല്ലതാണ്. പക്ഷെ എല്ലാം നമ്മൾ അനുകരണ വിധേയമാക്കരുത്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടതായിട്ട് വരരുത്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ കേൾക്കും തോറും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടോ എന്ന് തോന്നിപ്പോവാറുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഓർക്കാറുണ്ട്, ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലെ ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി എന്നൊക്കെ പറഞ്ഞതിന് പല ക്ലസ്റ്ററുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ കാര്യത്തെക്കുറിച്ച്, ഇപ്പോൾ ചില അനങ്കാസ്റ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു OCPD ട്രേറ്റുകൾ, അല്ലെങ്കിൽ നമുക്ക് BPD, അതായത് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, BPAD എന്ന് നമ്മൾ പറയും. അതായത് ഒരു ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ കുറിച്ചുള്ള ടോക്കുകളോ പ്രൊജക്ഷൻസോ ഒക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും തോന്നും, എനിക്കും ഉണ്ടോ അങ്ങനെ, എൻ്റെ മൂഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്നുണ്ടോ. അപ്പൊ ചിലര് അവരെ തന്നെ അതുമായിട്ട് അനുരൂപപ്പെടുത്തി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും, ചിലര് കൂടെ ജീവിക്കുന്നവരെ കമ്പയർ ചെയ്ത് നോക്കും. ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒത്തിരിയേറെ എൻക്വയറീസ് എനിക്ക് വന്നു. പ്രത്യേകിച്ച് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും തോന്നുകയാണ് എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് ഇതേപോലെയുള്ളൊരു പ്രശ്നം ഉണ്ടോ എന്നൊക്കെയുള്ളത്. അപ്പോൾ നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ പറയുമ്പോൾ പേഴ്സണാലിറ്റി ട്രെയ്റ്റുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പാരനോയിഡ് പേഴ്സണാലിറ്റി ട്രെയ്റ്റിൽ കൂടുതലും വരുന്നത് തന്നെ സസ്പീഷ്യസ്നെസ്, അത് ഡൗട്ടിങ് ആണ്. ഒരു ഡൗട്ടില്ലാത്ത ആരാ ഉള്ളേ? അല്ലെങ്കിൽ OCPD ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കുറച്ച് വൃത്തിമെനയും ഓർഡറിങ്ങും ഒക്കെ ഉണ്ട്, അതില്ലാത്ത ആരാ ഉള്ളത്? പിന്നെ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റിയിൽ പറയുമ്പോഴത്തേക്ക് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ കുറച്ച് ഉടുത്തൊരുങ്ങിയൊക്കെ നടക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇല്ലേ നമ്മളെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് അട്രാക്റ്റീവായിട്ടൊക്കെ പോകണമെന്നുള്ളത്? ഓക്കെ. അപ്പം ഇങ്ങനെ ഓരോ പേഴ്സണാലിറ്റി ഡിസോർഡർ പറയുമ്പോഴും ആ പേഴ്സണാലിറ്റിയിൽ അടങ്ങിയിരിക്കുന്ന ട്രെയ്റ്റ്സുകൾ, ചെറിയ ഭാവങ്ങൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അത് ഒരു ഡിസോർഡറിലേക്ക് വരുമ്പോൾ, അതായത് ആ ഒരു പ്രശ്നം വളരെ പ്രശ്നപരമായിട്ട് മുഴച്ചു നിൽക്കുകയും അതുമൂലം അയാൾക്കും കൂടെ ജീവിക്കുന്നവർക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ഇതൊരു പ്രശ്നമായി തീരുമ്പോഴാണ് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത്
തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവർ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചില സന്ദർഭങ്ങൾ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ എനിക്കും അതുണ്ടോ എന്ന് ചിന്തിച്ച് പോകരുത്. ചില പ്രശ്നങ്ങളുമായിട്ട് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ട് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് സിസ്റ്ററുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ, ഇവരോടിപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ല എന്ന് പറയുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണ്? ഓക്കെ, ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ കേസുകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ അടുത്തിടെ ഒരു ADHD പ്രോബ്ലമാണ് ഞങ്ങൾക്കെന്നും പറഞ്ഞ് വന്ന ഒരു കേസ് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, സിസ്റ്റർ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപേ തന്നെ ഞങ്ങൾക്ക് അടുത്ത കാര്യം ചെയ്യാനായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ഞങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയെ ഞങ്ങൾ കേൾക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്, പ്രൊക്രാസ്റ്റിനേഷൻ മൂലം അത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. അപ്പം നമ്മളതിനെ അനലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുറച്ച് ലേസിനെസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് അത് ചെയ്യേണ്ടതായിട്ടുള്ള നമ്മൾ പറയുന്ന ഒരു എക്സ്റ്റേണൽ പ്രഷറാണ്, ഇന്റേണൽ പ്രഷർ, മോട്ടിവേഷൻ വേണം. അപ്പം ഇത് രണ്ടും ഇല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഇവർക്കുള്ളത് ഫോണിലെ സ്ക്രീനിങ് അഡിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വേറൊരു പ്രവൃത്തിയിലേക്ക് പോകാനൊന്നും ഇവർക്ക് പറ്റുന്നില്ല. പിന്നെ ഇവരോട് ചോദിച്ചു വരുമ്പോഴത്തേക്ക് ഇവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ വീഡിയോയിലോ റീലിലോ അവരുടെ അനുഭവങ്ങളിലോ ഒക്കെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പം അത് കമ്പയർ ചെയ്തപ്പോൾ അവർക്ക് ഇവർ അപൂർണരാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ല. അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കുറേ സമയം എടുത്തു. ശരിക്കും എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഓക്കെ ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എനിക്ക് പെട്ടെന്ന് കിട്ടണം എന്നതാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇതേപോലെ വരുന്നവർ ചിലപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെയും കൊണ്ട് വരും, ഇവർക്ക് ലേണിംഗ് ഡിസബിലിറ്റിയാ എന്നൊക്കെ പറഞ്ഞു. കാരണം ലേണിംഗ് ഡിസബിലിറ്റി എന്നൊരു ഡയഗ്നോസിസ് ചെയ്യണമെങ്കിൽ അതിന് ക്രൈറ്റീരിയകളുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മേ ബി ചിലപ്പം ഒരു അറ്റൻഷൻ ഫോക്കസിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ട് അക്ഷരങ്ങൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ കുട്ടികൾ എഴുതുന്നില്ല. അതൊരിക്കലും ലേണിംഗ് ഡിസബിലിറ്റി അല്ല. അല്ലെങ്കിൽ ചിലരൊക്കെ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് സംശയിച്ചുകൊണ്ടൊക്കെ വരും. അപ്പോൾ ഒരിക്കലും നമുക്കത് ആ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിൽ ഉണ്ടായേക്കുന്ന പ്രശ്നങ്ങളല്ല ഇവർ കാണുന്നത്. ഇവർ കാണുന്നത് വേറെ എവിടെയൊക്കെയോ കണ്ടുവച്ചേക്കുന്ന കുറേ റീലുകളും കാര്യങ്ങളും കണ്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കണ്ടിട്ട് ഉടനെ ഇവർ ഇതെല്ലാം കൂടി ജീവിത പങ്കാളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളിത് കൃത്യമായിട്ട് അവരോട് സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഇൻസൈറ്റ് ഓറിയൻറ്റേഷനിലേക്കൊക്കെ അവരെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം അവിടെയുണ്ട്. പക്ഷേ അനാവശ്യ കാര്യങ്ങളാൽ നമ്മൾ സ്വാധീനിക്കപ്പെട്ട് നമ്മൾ ഒരു ആങ്ഷ്യസ് പേഴ്സണായിട്ട് മാറരുത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എനിക്ക് രോഗമുണ്ടെന്ന് വരുത്തി തീർക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിക്കൊണ്ടു പോവരുത്. റിയൽ ഏതാണ് അല്ലെങ്കിൽ റിയാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു വിവേകം, അറ്റ്ലീസ്റ്റ് ഒരു ജനറൽ കോമൺ സെൻസ് നമുക്കുണ്ടാവണം. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.